ഹലോ ഗൈസ്, നമ്മൾ ഇന്നോട്ട് കാണാമെന്ന ഡ്രാമയുടെ പേര് ലവ്ലി റണ്ണർ. ഈ കഥ ട്രൂ ബ്യൂട്ടി എഴുതിയ അതേ വ്യക്തിയാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഡ്രാമയും ഒരുമിച്ച് തന്നെ കാണാം. ഒരു ഇതുവരെ ട്രൂ ബ്യൂട്ടി ആരും കണ്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇന്ന് നമുക്ക് ലവ്ലി റണ്ണറിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ തന്നെ 61 വർഷം കഴിഞ്ഞ് കാണാൻ സാധിക്കുന്ന സൂര്യഗ്രഹണത്തിന് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതേസമയം എല്ലാവരും അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം ഹോസ്പിറ്റലിൽ നടക്കാൻ പറ്റാത്ത നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ഇംസോൾ. അങ്ങനെ ഇവളും പുറത്തിറങ്ങാൻ പറ്റാതെ ആ ഹോസ്പിറ്റലിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുമ്പോഴാണ് അതേസമയം നമ്മുടെ ഹീറോ സുൻജയെ ഇപ്പൊ കാണിക്കുക. അങ്ങനെ അവന് എക്ലിപ്സ് എന്ന് പറഞ്ഞ ഒരു ബാൻഡിലെ സിംഗറാ. അങ്ങനെ അവനും അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇന്ന് അവർക്ക് റേഡിയോ സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞ് ഇവര് സന്തോഷത്തിൽ ആ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകും. അതേസമയം ഇവിടെ ഇംസോളുടെ അമ്മയും അവൾ കുറെ ദിവസമായിട്ട് ബെഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവളെ വീൽ ചെയർ ഇരുത്തി പുറത്തോട്ട് കറങ്ങിട്ട് വരാന്ന് പറയും. പക്ഷെ അവളാണ് അവളുടെ അമ്മ പറയുന്നതും കേൾക്കാതെ അവൾ നടക്കാൻ പറ്റാത്തത് ആലോചിച്ച് അവൾ മൊത്തത്തിൽ ദുഃഖത്തിരിക്കും. അതേസമയം അമ്മ അറിയാതെ നഖം വെട്ടുമ്പോൾ അവളുടെ കാല് മുറിയിപ്പിക്കുമ്പോഴാണ് അവളൊന്നറിയാതെ അവളുടെ അമ്മയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതോടെ അമ്മയ്ക്കും കരച്ചിൽ എന്നിട്ട് ഇവളെയും കൂടെ വിഷമിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവരും അറിയാതെ അവിടുത്തെ ഗ്ലാസ് തട്ടിയിട്ടേക്കുന്നുണ്ട്. ഇവൾ ആ പൊട്ടിയ ഗ്ലാസ് ഒരു പീസ് എടുത്ത് അവൾ മരിക്കാൻ തീരുമാനം എടുക്കും. കാരണം ആക്സിഡന്റ് ഇവളുടെ കാല് പോയപ്പോ ഇവള് മൊത്തത്തിൽ തകർന്നുപോയി. അതേസമയം ഇവിടെ റേഡിയോയില് സുൻജയുടെ ടീമും റാൻഡമായിട്ട് ഓരോ ആൾക്കാരെ ഫോൺ വിളിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് മരിക്കാൻ പോകുന്ന സമയത്ത് റേഡിയോ ഇരുന്ന് ഇവൾക്ക് ഫോൺ കോൾ വരും. അതോടെ അവള് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് സുൻജയായിരിക്കും. അങ്ങനെ അവന് എക്ലിപ്സ് എന്ന് അവന്റെ ബാൻഡിന്റെ പേര് പറഞ്ഞിട്ട് അവൾക്ക് അത് അറിയാൻ ചോദിക്കുമ്പോഴാണ് അവളും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ആർജയും ഇവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ അവളും ദേഷ്യത്തിൽ അതൊന്നും വേണ്ടെന്ന് പറയും. പക്ഷെ അവര് സമ്മതിക്കാതെ ഇവൾ ഗിഫ്റ്റ് ആയിട്ട് ഷൂ ഓർഡർ ചെയ്ത് തരാന്ന് പറയുമ്പോഴാണ് അവൾക്ക് അപ്പത്തന്നെ ദേഷ്യം വന്നിട്ട് ഇവർ ഷൂ വാങ്ങിച്ചെന്നാൽ നടക്കാൻ പറ്റുമെന്ന് അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അങ്ങനെ ഇത് കേട്ട് അവരെല്ലാരും കൂടെ ആ ഫോൺ കട്ട് ചെയ്യാൻ പറയുമ്പോഴാണ് പെട്ടെന്ന് സുൻജി അടക്കേറി അവൾ ഈ നിമിഷം വരെ ജീവിച്ചോണ്ടിരിക്കുന്നതിന് അവൾക്ക് താങ്ക്സ് പറയും. ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ അവൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അവനും ഇവളിപ്പോ സങ്കടത്തിലാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ അവളെ പിടിച്ചിരിക്കാൻ പറയും. ഒരു ദിവസം ഇവളുടെ സങ്കടമെല്ലാം മറന്ന് ഇവള് സന്തോഷത്തിൽ ജീവിക്കുമെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ടതോടെ അവൾക്ക് മൊത്തത്തിൽ കരച്ചിലാവും. കാരണം അവളിപ്പോ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച. പക്ഷെ ഇവൻ പറഞ്ഞിട്ട് അവളുടെ മനസ്സ് മൊത്തത്തിൽ മാറി. അപ്പോഴാണ് അവിടെ കമ്മിയം വന്നിട്ട് ഇവള് കരയുന്നുണ്ട്. അവരും മൊത്തത്തിൽ ഇമോഷണലായി അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ കുറെ വർഷം കഴിഞ്ഞ് കാണിക്കുവാണ്. ഇപ്പൊ അവളും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി ഇപ്പൊ സുൻജിയുടെ ഒരു ബിഗ് ഫാൻ ആയിട്ട് തന്നെ മാറും. കാരണം അവന്റെ അന്നത്തെ ഫോൺ കോളാണ് ഇവളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തത്. അങ്ങനെ ഇന്ന് അവളും അവന്റെ ലൈവ് കൺസേർട്ടിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവള് വില കൊടുത്ത് വാങ്ങിച്ച അവന്റെ ഒരു വാച്ച് കുറച്ച് തലയ്ക്ക് പ്രശ്നമുള്ള അവളുടെ അമ്മൂമ്മ അതെടുത്ത് ചീത്തയായിക്കൊണ്ടിരിക്കും. ഇതോടെ അവള് വിഷമിച്ച് അതെങ്ങനെയൊക്കെ അമ്മൂമ്മ എടുത്ത് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് അമ്മയോട് ചോദിക്കുമ്പോഴാണ് അവര് നമുക്ക് കാർട്ടൂൺ കാണാന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ ആ വാച്ച് വാങ്ങിച്ച് ഇവളുടെ ഞാൻ കൊടുക്കും. ഇതോടെ അവളും 3 ലക്ഷത്തിന്റെ വാച്ച് ഇപ്പൊ പോയെന്ന് പറയുമ്പോഴാണ് അമ്മയും പെട്ടെന്ന് ഷോക്കായി 3 ലക്ഷം എന്ന് അവളോട് ചോദിക്കും. അതോടെ അവളും പെട്ടെന്ന് അറിഞ്ഞിട്ട് അവൾ ചുമ്മാ തമാശ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് നൈസിന് വിഷയം മാറ്റം വരാണ്. ഇത് കേട്ടിട്ട് അമ്മയും ഇന്നലെ അവ ലൈവായിട്ട് സ്റ്റേജ് പാടാൻ പോന്നേന്ന് അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇംസോളുടെ ഫാമിലി മൊത്തം 4 പേരേ ഉള്ളു. ഇവര് 3 പേരും പിന്നെ ചേട്ടനും. അതേസമയം സുൻജയും അവ ലൈവ് കൺസേർട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് എന്റെ മാനേജറും ദേഷ്യത്തിൽ വരും. എടാ സുൻജയ്, നിന്തോടെ മനസ്സിൽ വിചാരിച്ചേക്കുന്ന നീ ആ ഡയറക്ടറിനോട് ചെന്ന് പറഞ്ഞോ നീ ആ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന്? നിനക്കെന്തോ വയ്യാടാ? ഞാൻ നിന്നോട് പറഞ്ഞില്ല ജസ്റ്റ് ഈ ഒരു സിനിമ മാത്രം ആക്ട് ചെയ്യും, അതിനുശേഷം നീ റെസ്റ്റ് എടുത്തോ എന്നതിന് ഇങ്ങേരും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും അവർ റെസ്റ്റ് അല്ല മൊത്തത്തിൽ ജോലി തന്നെ അവൻ നിർത്താൻ പോവാന്ന് പറയും. ഇതോടെ മാനേജറും ദേഷ്യം വന്നിട്ട് ഇത്രയും ഫാൻസ് അവന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവന്റെ കരിയർ ഇതോടെ ക്ലോസ് ചെയ്യാൻ പോകണമെന്ന് അദ്ദേഹം അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം എന്റെ ലൈവ് ഷോ കാണാൻ വേണ്ടി ഇംസുൽ അവളുടെ കൂട്ടുകാരായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും ഇവര് പണ്ട് പഠിച്ച സ്കൂളിന്റെ ആൽബം എടുത്ത് അവളുടെ കൊടുക്കും. കാരണം ഇവരുടെ സ്കൂളിലായിരുന്നു സുൻജയം പഠിച്ച. അതോടെ അവള് സന്തോഷത്തിൽ ഈ ബുക്ക് ഒപ്പിച്ചിന് താങ്ക്സ് എന്ന് കൂട്ടുകാരോട് പറയുമ്പോഴാണ് അവൾ ഇവളുടെ ഐഡല് ഒരേ സ്കൂളിൽ പഠിച്ചിട്ട് ഇപ്പോഴാ അറിയുന്നതെന്ന് പറഞ്ഞ് ഇംസോലിനെ കളിയാക്കും. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവൾക്ക് അവനോട് പരിചയമൊന്നും കാണത്തില്ല. അങ്ങനെ അതും ആലോചിച്ച അവള് ആ സമയത്ത് സുൻജയോട് സംസാരിച്ച് ക്ലോസ് ആകായിരുന്നെന്ന് കൂട്ടുകാരോട് പറയുമ്പോഴാണ് ഇത് കേട്ട അവളും ഇംസോൾ നീ അന്ന് വേറൊരു പൈൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്നല്ലേ ആ കിം ടേസും പിന്നെ എങ്ങനെയാ നീ സുൻജയെ മീറ്റ് ചെയ്യുന്നത്? ആ അതും ശരിയാണല്ലേ, ഞാൻ ആ സമയത്ത് കിം ടേസുന്റെ പുറയിലായിരുന്നു. അവനിപ്പോ എന്ത് ചെയ്യാ? അവനെ കുറിച്ചൊരു വിവരം ഇല്ലല്ലേ? ഓ നിനക്ക് ആക്സിഡന്റ് ആയതിനു ശേഷം അവൻ വേറെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ അടിച്ചിട്ട് അവൻ അന്ന് തന്നെ പഠിത്തം നിർത്തി എന്ന് നിന്നെ കൂട്ടുകാരിയും പറയും. അതിനുശേഷം കൂട്ടുകാരി ഇംസോളിനെ ആ ലൈവ് കൺസേർട്ട് നടക്കുന്ന സ്ഥലത്താക്കിയിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇംസോളും ഇവൾക്കറിയുന്ന ഒരു ഫാൻ ഗേളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവിടെ വന്നേക്കുന്ന ഫാൻസ് ഒക്കെ സുൻജയ്ക്ക് മാത്രം ഇത്രയും ഷോ എന്ന് പറഞ്ഞ് ബാക്കി മെമ്പേഴ്സിന്റെ ഫാൻസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് ഇംസോളും ദേഷ്യത്തി ഇവരെ പോലെയായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവന് ചീത്ത പേര് ഇടുന്നതെന്ന് അവൾ ഇവിടുന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഇവൾ ഇന്റർവ്യൂന്ന് വന്ന അവൾ ജോലിക്ക് എടുക്കാന്ന് പറയും. ഇതോടെ അവള് സന്തോഷത്തി ഇനി ഷോ തുടങ്ങാൻ 2 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അവരാണ് ഇവള് വീൽ ചെയർ വന്നേക്കുന്ന
എടുക്കുന്നുണ്ട്. ഇവളെ ജോലിക്ക് എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കും. ഇത് കേട്ട് അവള് വിഷമിച്ചാലും ഇനിയിപ്പോ സുൻജയുടെ ഷോ കാണാൻ പോന്ന് പറഞ്ഞ് അവള് സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ അതേസമയം രാത്രി മൊത്തത്തിൽ ബ്ലോക്ക് ആകുമ്പോഴാണ് മറ്റേ ഫാൻകളും ഷോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇട്ടേക്കും. ഇതോടെ അവളും ടെൻഷനായി അവിടെ ചെല്ലുമ്പോഴാണ് എല്ലാരും അതിനു മുമ്പേ തന്നെ അകത്തേക്ക് കയറി കാണും. ഇതോടെ അവളും അവിടുത്തെ സ്റ്റാഫിനോട് ഇവൾക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് താമസിച്ചാന്ന് പറയുമ്പോഴാണ് അവരും കുറച്ച് പാവപ്പെട്ടിട്ട് ടിക്കറ്റ് കാണിക്കാൻ അകത്തേക്ക് കയറ്റാന്ന് പറയും. ഇതോടെ അവള് സന്തോഷത്തിൽ ടിക്കറ്റ് എപ്പുമ്പോഴാണ് ഇവൾ അറിയാതെ ബസ് വെച്ച് തന്നെ അത് മിസ് ചെയ്ത് കാണും. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് സുൻജയുടെ പെർഫോമൻസ് കാണാൻ പറ്റാതെ അവൻ പാടുന്നതൊക്കെ പുറത്തിരുന്ന് കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഷോ കഴിഞ്ഞ് എല്ലാരും വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതേസമയം കൂട്ടത്തിന്റെ ഇടയിൽ ഇവളുടെ ഫോൺ ഒരാൾ തള്ളിയിടും. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയ്ക്ക് മോശമാണെന്ന് അറിഞ്ഞ് അവളും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സുൻജ അവൻ ഇതോടെ റിട്ടയർ ആകുമോ എന്ന് പറഞ്ഞ ഉടനെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനോട് ദേഷ്യപ്പെടും. ഇവനോട് പോലും ഇത് പറയാതെ മൂന്നാമതൊരു വ്യക്തി പറഞ്ഞിട്ടാണോ അവൻ അറിയേണ്ടത് ദേഷ്യപ്പെടും. പക്ഷെ അവനിപ്പോ സംസാരിക്കാൻ മൂഡിലെന്ന് പറയുമ്പോഴാണ് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതേസമയം ഇംസോളും അവൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് മഞ്ഞ് വീഴുന്ന ആദ്യ ദിവസമായതുകൊണ്ട് പുറത്ത് നല്ല തണുപ്പായിരിക്കും. അങ്ങനെ അവൾ ആ തണുപ്പത്ത് വീൽ ചെയർ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അത് ബാറ്ററി ഇല്ലാതെ മൊത്തത്തിൽ അടിച്ചു പോകും. അതോടെ ഒരാളുടെ ദിവസം ഇത്രയ്ക്ക് മോശമാണെന്ന് അറിഞ്ഞ് അവൾക്ക് വീണ്ടും ദേഷ്യം വരുമ്പോഴാണ് കറക്റ്റ് അതേസമയം അതേ വഴി കൂടെ ആയിരുന്നു സുൻജയും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ ആ ബ്രിഡ്ജിന്റെ സൈഡിൽ അവൾ വീൽ ചെയർ ഇരിക്കുന്നിട്ട് ഇവന് വണ്ടി നിർത്താൻ പറഞ്ഞ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവനെ കണ്ട സെക്കൻഡ് തന്നെ അവൾ മൊത്തത്തിൽ ഷോക്കായി പോകും. ഇതോടെ അവൻ അടുത്തേക്ക് വന്നിട്ട് എന്തേലും പ്രശ്നമുണ്ടോന്ന് അവളോട് സംസാരിക്കാൻ നോക്കുമ്പോഴാണ് ഇവൾ അവളോട് സംസാരിച്ചോണ്ടിരിക്കും എന്തേലും പറയടെന്ന് പറഞ്ഞ്. കാരണം അവനെ കണ്ട് ആ ഷോക്ക് ഇവൾക്ക് സംസാരിക്കാൻ പോലും ഒക്കുന്നില്ല. അങ്ങനെ അവന് കൊടയെടുത്ത് അവളുടെ നേർക്ക് വെച്ചിട്ട് ഇവളുടെ വീൽ ചെയറിന് വല്ലതും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അവളാണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഇത് കണ്ട് അവനും കരയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചോദിച്ചില്ലെന്ന് പറയുമ്പോഴാണ് അവള് സന്തോഷത്തിലാ കരയുന്നതെന്ന് പറഞ്ഞ് അവന്റെ കട്ട ഫാനാന്ന് ഇവള് തുറന്നു പറയും. ഇതോടെ അവനും ആ തലയിട്ടെന്ന് കണ്ടാൽ തന്നെ അറിയാന്ന് പറയുമ്പോഴാണ് അവനും വേണം ഇവള് വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയും. ഇതോടെ അവളും എന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് അവള് ചോദിക്കുമ്പോഴാണ് അവന്റെ ഫാൻസിനെ പിന്നെ എങ്ങനെ സഹായിക്കാതിരിക്കുമെന്ന് അവന്റെ കൂടെ വിളിച്ചോണ്ടാൻ വേണ്ടി അവർ റെഡിയാകും. അപ്പോഴാണ് അതേസമയം അവളുടെ കൂട്ടുകാർ അവിടെ കാർ എടുത്തോണ്ടിട്ട് ഹായ് ഇംസുൾ എന്ന് പറഞ്ഞ് അവൾ സൈഡിൽ നിന്ന് വിളിക്കും. ഇതോടെ ഇവൾക്ക് വരാൻ വേറെ സമയമില്ലെന്ന് അറിഞ്ഞ് ഇവളും ചിരിച്ചോണ്ട് അവളുടെ ഫ്രണ്ട് പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞേക്കും. അപ്പോഴാണ് അതേസമയം അവനും ആ കൊട അവളുടെ കൊടുത്തിട്ട് പോകുമ്പോഴാണ് ഇവളും തിരിച്ച് എന്തെങ്കിലും കൊടുക്കണമെന്ന് അറിഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട ക്യാൻഡീസ് ഗിഫ്റ്റ് ആയിട്ട് അവന് കൊടുക്കും. അങ്ങനെ ഇവളും വീട്ടിലേക്ക് ചെന്നിട്ട് അവളുടെ അമ്മയോട് ഇവൾക്ക് ആക്സിഡന്റ് പറ്റിയപ്പം ആരെ ഇവളെ ഹോസ്പിറ്റലാക്കുകയും ചെയ്യിക്കും. ഇത് കേട്ട അമ്മയും ആക്സിഡന്റ് നടന്ന് കുറെ വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ചോദിക്കുന്നത് അറിഞ്ഞ് അവർക്ക് ഓർമ്മയില്ലെന്ന് പറയുമ്പോഴാണ് അവളും ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയുടെ ഫാനായെങ്കിലും ആ ജീവൻ രക്ഷിച്ച അയാളെ നേരിട്ടുണ്ട് താങ്ക്സ് പറയണമെന്ന് അവളും പറഞ്ഞോണ്ടിരിക്കും. അതിന് ശിവളും അവൻ തന്ന കൊടയെല്ലാം കൂടെ അവൾ സുരക്ഷയായിട്ട് കീപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് പെട്ടെന്ന് അവന്റെ വാച്ചിരുന്ന് വെളിച്ചം വന്നിട്ട് അത് അപ്പൊ തന്നെ മാഞ്ഞു. ഇതോടെ അവൾ ആ വാച്ച് എടുത്ത് നോക്കിയിട്ട് ഒരു ഇവൾക്ക് തോന്നിയായിരിക്കും തെറ്റിയിരിക്കും. അങ്ങനെ അവൾ ആ വാച്ച് എടുത്തിട്ടുണ്ട് സുൻജയുടെ ഫോട്ടോസൊക്കെ കണ്ട് വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സോഷ്യൽ മീഡിയ മൊത്തം കുറെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഫേമസ് ആയ സിംഗർ സുൻജ സൂസൈഡ് ചെയ്ത് മരിച്ചെന്ന് പറഞ്ഞ്. ഇതോടെ അവള് ഷോക്കായിട്ട് ഈ ഹേറ്റേഴ്സ് ഒക്കെ ഇത്ര മോശമായിട്ടൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളത് വിശ്വസിക്കാതെ ന്യൂസ് ഒക്കെ തപ്പി നോക്കുമ്പോഴാണ് എല്ലാ ചാനലിലും അവ മരിച്ചു കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ വൈറലായി കിടക്കും. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് സത്യമായിട്ട് സുൻജ ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവൻ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റലിന്റെ പേരറിഞ്ഞ് അവൾ അപ്പൊ തന്നെ അവിടേക്ക് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവളുടെ വാച്ചും അടുത്തുള്ളി കനാലി വീഴുന്ന ഉടനെ ഇവളത് എടുക്കാൻ വേണ്ടി ആ വെള്ളത്തിലേക്ക് അങ്ങ് ചാടും. അതേസമയം ICU കിടക്കുന്ന സുൻജയെ കാണിക്കുവാണ്. അങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ അവനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് ന്യൂ ഇയർ ആയതോടെ അവന് മരിച്ചു പോകും. അങ്ങനെ അവൻ മരിച്ച അടുത്ത സെക്കൻഡ് തന്നെ ഇവളുടെ ഇരിക്കുന്ന വാച്ച് വീണ്ടും വെളിച്ചം വരും. ഇതൊന്നും അവളും കാണാതെ ആ വാച്ച് എടുത്തിട്ട് സൈഡിൽ TV നോക്കുമ്പോഴാണ് അവിടുത്തെ സ്ക്രീനിലെല്ലാം എക്ലിപ്സിന്റെ മെമ്പറായ സുൻജ മരിച്ചെന്നറിഞ്ഞ് ഒഫീഷ്യലായിട്ട് പറഞ്ഞേക്കും. ഇതോടെ അവൾക്ക് വിശ്വസിക്കാതെ കുറച്ചു മണിക്കൂർ മുമ്പേ നേരിട്ട് കണ്ടേയുള്ളെന്ന് അറിഞ്ഞ് അവളും പൊട്ടി കരയാൻ തുടങ്ങും. അപ്പോഴാണ് അറിയാതെ ഇവളും ആ വാച്ചിനെ നെക്കിയോടെ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ആവും. കാരണം ഈ വാച്ചും കൊണ്ട് അവൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവളത് നെക്കി അടുത്ത സെക്കൻഡ് തന്നെ ഇവള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തിലേക്ക് പോയി. അങ്ങനെ സാറ് രാവിലെ തന്നെ സ്വപ്നമാണെന്ന് അറിഞ്ഞ് അവളെ വിളിച്ചുണർത്തുമ്പോഴാണ് ഇവൾ ഇതെന്തോ ബുൾഡോഗോ എന്ന് പറഞ്ഞ് സാറിനെ കളിയാക്കും. അതോടെ സാറും ദേഷ്യത്തി ക്ലാസ് റൂമിൽ കിടന്ന് തുടങ്ങിയിട്ട് എന്നെ ബുൾഡോഗ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുമ്പോഴാണ് അവളും ക്ലാസ്സിലെന്ന് പറഞ്ഞ് ഷോക്കായി അപ്പൊ തന്നെ ചാടി എഴുന്നേക്കുമ്പോഴാണ് ഇവളുടെ കാലിന് ഒരു കുഴപ്പമില്ലെന്ന് അറിയുന്നത്. അതോടെ അവളും എങ്കിൽ പിന്നെ ആദ്യം സുൻജയെ കാണണമെന്ന് അറിഞ്ഞ് അപ്പൊ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവും. കാരണം ഇവൾക്കറിയാം സുൻജ ഇവളുടെ സ്കൂളിലാണ് പഠിച്ചതെന്ന്. അങ്ങനെ അവിടുത്തെ പിള്ളേരോടൊക്കെ സുൻജ എവിടെന്ന് അന്വേഷിച്ച് അവൾ അവനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം അവൻ അവിടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് അവനെ ജീവനോടെ കണ്ടോടെ ഇവളും മൊത്തത്തിൽ സന്തോഷത്തി സുൻജയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്യും. ഇതോടെ അവന് മൊത്തത്തിൽ ഷോക്കായി ആരാടി നീന്ന് പറഞ്ഞ് അവളെ പിടിച്ച് മാറ്റിയിടാൻ നോക്കുമ്പോഴാണ് അവിടുത്തെ സാറുമാരെല്ലാം ഇവിടെ എന്തോ നടക്കുന്നെന്ന് പറഞ്ഞ് അവര് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇതോടെ അവളും നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ട് നീ എന്തിനാ പുറത്ത് ആരോടും പറയത്തേന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞിട്ട് ഐ ലവ് യു സുൻജ എന്ന് അവനോട് പറയുമ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി അവരെ പൊക്കിയെടുത്തോണ്ട് പുറത്തേക്ക് വിളിച്ചോണ്ടുപോകും. അപ്പോഴാണ് അവളും സ്വപ്നത്തിൽ പോലെ അവനോട് സംസാരിക്കാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് അവള് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആ സെക്യൂരിറ്റീസും ഇവളെ കൊണ്ട് പുറത്താക്കുമ്പോൾ അറിയാതെ ഇവളും തറയിലേക്ക്
ബെഡിലേക്ക് അങ്ങ് വീഴും. ഇതോടെ അവള് വേദന എടുക്കുന്ന പറയുമ്പോഴാണ് പെട്ടെന്ന് അവള് ഷോക്കായിട്ട് എന്തുവാ വേദന എടുക്കുന്നു, അപ്പൊ ഈ സ്വപ്നമല്ലേ എന്നിന് അവള് മൊത്തത്തിൽ കൺഫ്യൂസ് ആകും. അതിനുശേഷം അവള് രക്ഷ ഇനി ചത്തിട്ട് വല്ല സ്വർഗത്തിലാണെന്ന് അറിഞ്ഞ് അവള് മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് എടുത്തിരുന്നു. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് താഴെ കമന്റ് പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.